السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين ما بعد. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒന്നരായ സയ്യിദ് മുഹമ്മദ് മദനി തങ്ങൾ, പ്രിയപ്പെട്ട മൗലാന മുഹമ്മദ് അബ്ദുൽ ഖാദർ സാഹിബ്, മറ്റ് പണ്ഡിതന്മാർ, ഉമറാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാർ, അൽനൂർ അക്കാദമിയുടെ 15ാം വാർഷികവും കെട്ടിടോദ്ഘാടനവും നിർവഹിക്കപ്പെട്ട ഈ സുദിനത്തിൽ നമ്മുടെ ഒരുമിച്ച് കൂടെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന തഹ്ഫീദുൽ ഖുർആൻ കോളേജ് സ്ഥാപിക്കണമെന്ന വലിയ ഒരു നിയത്തോടു കൂടി തുടക്കം കുറിച്ച ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് 15 വർഷമാകുമ്പോൾ ഇനിയും ബഹുമാന്യരായ മുഹമ്മദ് അബ്ദുൽ ഖാദർ അവർക്ക്, ഉസ്താദ് അവർക്ക് ഒരുപാട് പദ്ധതികൾ മനസ്സിലുണ്ടാകാം. ആ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാവരുടെയും സഹകരണമാണ് ആവശ്യം. നമുക്കറിയാം, ഒരു സ്ഥാപനം എന്നത് ഒരാളെ കൊണ്ട് നടത്താൻ കഴിയുന്നതല്ല. ഒരു കൂട്ടായ്മയിലൂടെയാണ് അത് നടക്കേണ്ടത്. ആ നിലക്ക് നെല്ലിക്കട്ടയിലെ പ്രിയപ്പെട്ട സഹോദരന്മാർ, മറ്റ് സഹകാരികളൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഉസ്താദിൻ്റെ കൂടെ നിന്നുകൊണ്ട്, മുഹമ്മദ് അബ്ദുൽ ഖാദർ ഉസ്താദിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ സ്ഥാപനത്തെ വരും കാലങ്ങളിൽ വരും തലമുറക്ക് ഉപയോഗമാകുന്ന രൂപത്തിൽ വളർത്തിയെടുക്കാൻ കൂടെ ഉണ്ടാകണം. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിന്നൊരു വിഭാഗം നന്മ കൊണ്ട് കൽപ്പിക്കുന്നവരാകണം, തിന്മയെ വിരോധിക്കുന്നവരാകണം. ആ നിലക്ക് നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുക എന്ന വലിയ ദൗത്യമാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ആ വിടവാങ്ങൽ പ്രസംഗത്തിലുള്ള പ്രഖ്യാപനമായൊരു ദിവസം വിശുദ്ധ ദീനിനെ പൂർണ്ണമാക്കിയിരിക്കുന്നു, സമ്പൂർണമാക്കിയിരിക്കുന്നു. ഈ ദീനുൽ ഇസ്ലാമിനെ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ്. 1,00,000-ൽ പരം സഹാബ കിറാമിനെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള പ്രസംഗം, പ്രഖ്യാപനം ആ മഹാന്മാരായ സഹാബ കിറാം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്ന് ഗോദയിലേക്ക് ഇറങ്ങുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിരുഹളറത്തിൽ ഹാദിറായ ആ സഹാബ കിറാം ഇതവിടെ ഇല്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ദൗത്യമേറ്റെടുത്തുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുന്നു. ഒരു ലോകമെമ്പാടും സഞ്ചരിക്കുകയാണ്. ചരിത്രത്തിൽ പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വിടവാങ്ങൽ പ്രസംഗത്തിന് സാക്ഷി നിന്ന സ്വഹാബാ കിറാം, 1,00,000-ൽ പരം സ്വഹാബാ കിറാം, ആ സ്വഹാബാ കിറാമിൽ നിന്ന് 1000-ൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് വിശുദ്ധ മദീനയിൽ മറവ് ചെയ്തിട്ടുള്ളത്, മറവിട്ട് കിടക്കുന്നത്, അവരുടെ മസാറുകളുള്ളത്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിന് വലിയ പുണ്യം കൽപ്പിച്ച നമ്മുടെ മഹാന്മാർ, പൂർവികരായ മഹത്തുക്കൾ, അവർ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ലോകമെമ്പാടും സഞ്ചരിക്കുകയാണ്. ആ പ്രവാചക ശൃംഖലയുടെ പിൻഗാമികളായിക്കൊണ്ടുള്ള
ദഅവാ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങളും നമ്മുടെ നേതൃത്വവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഏറ്റവും ഉപകാരപ്രദമായ ഇത്തരം സ്ഥാപനങ്ങളുടെ പുരോഗമനമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. ബഹുമാന്യരായ മൗലാന മുഹമ്മദ് അബ്ദുൽ ഖാദിർ സാഹിബിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരണം. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ് നൽകട്ടെ. ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.